positivity flowing through my enemies, feeling all my energy flowing all the way down. Tears flowing, everybody wanna see me falling down on my knees. Never ever will you ever sex. സൊസൈറ്റിയുടെ ഭാവി അത് ഗുദാഗവാ എല്ലാം മെഷഗുന പിഴ ദാസ്യം വേണ്ട മല്ലൂറ പ്രൊഫജോ കൂടെ പാടടാ ഞങ്ങളുടെ കലാകാരൻ ചെമ്പുകളുടെ കൂട്ടുകാരൻ മലയാളം റാപ്പ് മിക്സ് ചെയ്ത് പാടും പാട്ടുകാരൻ പട്ടിക്ക കുച്ചിക്കാരൻ ബന്ധുക്കളുടെ വീട്ടുകാരൻ ചില പെൺകുട്ടികൾ കുഞ്ഞം പ്രവണടിക്കുന്ന കൊലക്കാരൻ അച്ഛന്റെ കയ്യിൽ ചെറുക്കുഹാരം അമ്മയുടെ കയ്യിലോ വലക്കുകാരം അനിയന്റെ തലയിലില്ല എന്താകാരം എന്റെ ചുമലിനുണ്ട് വീട്ടുകാരുടെ പ്രതീക്ഷ ഭാരം തൊഴിലുണ്ട് തൊഴിലില്ല രണ്ടിന്റെ ഇടയിൽ നാം മിനിമം വാർഷിക വേതനം എത്രയോ കീഴിൽ നാം അതില്ലാത്ത മക്കളെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുവാനോ കണ്ണില്ലാത്ത മക്കളെ ഇല്ലാമ പടം തിന്നുവാനോ You can bring the change man You can bring the change man പിടിക്കാനാകോ മക്കളെ You can arrange മാറ്റം കൊണ്ടുവരും തെരുവിന്റെ കലാകാരൻ എന്ന ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് മോനെ മറ നേതാക്കൾ മാറി വരുമെന്നും ഭാവങ്ങളാണിതരം കുടുംബം അറിയാം ബിഷപ്പിന്റെ വില പഠിക്കുവാൻ മോഹം ഉള്ളവന്റെ ഗ്യാസില്ല ഗ്യാസ് നിറഞ്ഞവൻ ഇന്നു പഠിക്കുവാൻ മോഹമില്ല മാസ്റ്റർ ഡിഗ്രി എടുത്തവർക്കും എന്നെങ്കിലും ജോലി കിട്ടാനില്ല അണ്ടറമ്പുള്ളോ ഇന്ന് പണിയൊടിഞ്ഞ നേരമില്ല പണ്ടപ്പോലും ഡാം പബ്ലിക്കിന്റെ ശത്രു അനീതി എല്ലാരും ഒപ്പമുണ്ടൽ വാസംഗം കേട്ടു നീ സത്യം ഇങ്ങനെ തുറന്നു പറയാൻ എനിക്ക് ഇല്ല പേടി ഞാൻ സംസാരിക്കുന്നത് തെരുവു മക്കൾക്കു വേണ്ടി യുവാക്കളെ എനിക്കു നിങ്ങളെ വേണം ഒപ്പം നിൽക്കുവാൻ നിന്റെ മനസ്സിൽ തീ വേണം ഒന്നിലും കുത്തനല്ല നേതാക്കൾ തോറ്റു മാറ്റം കൊണ്ടുവരും തെരുവിന്റെ കലാകാരൻ I'm the changer.
വിളിക്കാം. ആർപ്പോയ് ആർപ്പോയ്. ഡിജയും മല്ലു റാപ്പറും വരുന്ന അന്ന് തിരുവോണം. എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. കാരണം എനിക്ക് അങ്ങ് അറ്റത്തുള്ള ആൾക്കാരൊന്നും കാണാൻ കൂടി പറ്റുന്നില്ല. അത് പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതെല്ലാവരും സൂക്ഷിക്കുക അല്ലേ. ലാസ്റ്റ് വരെ നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, നമ്മളും സേഫ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം അല്ലേ. റെഡിയല്ലേ ബോയ്സ് ആൻഡ് ഗേൾസ്? ഓക്കെ, എഡീസ് എന്താണ് പറയാനുള്ളത് ഈ ക്രൗഡിനോട്? ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇത്രയും വലിയ ക്രൗഡ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴും പറയാം. പക്ഷേ നിങ്ങളെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുറേ അപകടങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ അറിയാം, കുസാറ്റിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. സോ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. സോ എല്ലാവരും സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാവും. ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവത്തില്ല. ഉറപ്പ് തരികയാണെങ്കിൽ ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഉറപ്പാണോ? എല്ലാവരും സേഫായിട്ട് അവരെ തന്നെ നോക്കുമല്ലോ അല്ലേ? എന്നാ നമുക്ക് പൊളിക്കാം അല്ലേ? ഓക്കെ, ഫെജോന്റെ പാട്ട് ഇവിടെ എത്ര പേര് കേൾക്കാറുണ്ട്? ആത്മാർത്ഥമായിട്ട് കൈവരിക്കാം. എന്റെ പൊന്നോ, എത്ര പേര്? ഓക്കെ, ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഫെജോന്റെ ഒരു കുറച്ച് കാലത്ത് മുന്നേ ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുറച്ച് വർഷം പോട്ടെ, കൂടത്തുള്ള ഒക്കെയാണ്. ഓക്കെ, വേറെ ഏതാ ബ്രോ? കൂട്ടിലിട്ട പല സിനിമകളിലും റെഫറൻസ് ആയിട്ട് വന്നൊരു പാട്ടാണ്. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന ലിറിക് അറിയാം ബ്രോ. അടിപൊളി. അപ്പൊ നമ്മ പൊള്ളിക്കും ബ്രോ. പിന്നെ അല്ല ബ്രോ, ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന എത്ര പേരുണ്ട് കൂട്ടിൽപ്പെട്ടവർ? സമ്പത്തിന്റെ കൂടാകാം, ജാതിയുടെ മതത്തിന്റെ കൂടാകാം, പ്രണയത്തിന്റെ കൂടാകാം, കുടുംബ പ്രശ്നങ്ങളുടെ കൂടാകാം. പ്രണയത്തിന്റെ കൂട്ടിലകപ്പെട്ട കുറെ പേരുണ്ടെന്ന് തോന്നുന്നു. വടകരക്കാരെന്തെങ്കിലും കൂട്ടിലടച്ചാൽ അവരതിനകത്ത് കിടക്കോ? തോളിൽ ചിറകണ്ട് പറന്നുയരും എല്ലാ കൂടും വെട്ടിച്ചല്ലേ. പിന്നല്ല. അപ്പൊ കൂടുതലൊക്കെ പറയാൻ ഒരുമിച്ച് play the song, bro. Mother rapper, Post Malone, Rockstar. You ready? Malayalam rap. Remix. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട മൂടിനു ട്രിപ്പിന് പോകാത്തിരുന്നു ബുദ്ധിമുട്ട. ജോലിയൊന്നും ആയില്ലെന്ന് ചൊല്ലി എന്റെ അച്ഛനൊന്നും രാക്കാൻ. കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്കാൻ. എന്റെ ഭാവി പറഞ്ഞെന്റെ ഡാഡിയമ്മയോടെന്നും വിളകാൻ. പരിചയക്കാരുടെ കാര്യം മാറ്റമില്ല കണക്കാൻ. വഴിയെ പോയവരുടെ തലച്ചിട്ട് പൊട്ടി നോക്കി പറയാൻ. ക്ലബിലെ വരെ അറക്കുന്നതറിയാം. കടലിന്റെ യാത്രയാ ഞാൻ കൂട്ടിലിട്ട ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. ഞാൻ കൂട്ടിലിട്ട സങ്കടം കടലിന്റെ യാത്രയാ ഞാൻ കൂട്ടിലിട്ട ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. ഒരു കൂട്ടിലിട്ട. ഓക്കേ, വൺ മോർ ടൈം ഒരുമിച്ച് പറയാലോ വടകര. ഞാൻ നിങ്ങൾ രണ്ട് സൈഡാണ് തിരിച്ച് പാടിപ്പിക്കട്ടെ, ലെഫ്റ്റും റൈറ്റും. ഓക്കെ, റൈറ്റ് സൈഡ് നമുക്ക് ഇത് പകുതിയാക്കാം. റെഡി? ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന. ഈ സൈഡുകാർക്കും പാടാട്ടോ, റൈറ്റ് ആണ്. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന. ഓക്കെ, ലെഫ്റ്റ് സൈഡിന് പവർ നോക്കിയാലോ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന. ഓക്കെ, ഒരുമിച്ച് പവർ നോക്കിയാലോ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന. അത് എന്തൊക്കെ കൂട്ടിലടച്ചാലും അതെല്ലാം നമ്മൾ വെട്ടി തുറന്ന് പറക്കും. ഞാൻ നിങ്ങൾക്കൊരു റാപ്പിന്റെ ഒരു പോഷൻ പഠിപ്പിച്ചു തരട്ടെ. ഒരുമിച്ച് പാടോ. ഒറ്റ വരി, ഒറ്റ വാക്ക് 4 തവണ പാടോ എന്റെ ഒപ്പം. ഇത്രേ ഉള്ളൂ. പൂവിളി 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 പൂവിളി
കാരണം പ്രശസ്തി പരിഭവം കിട്ടി സക്സസ് കൂടിയാലും ആകില്ല ഗേൾസ് ആൻഡ് ഗിറ്റാർസ് എനിക്ക് വേണ്ടി റിപ്പീറ്റ് സ്ട്രോങ് ലൈക്ക് കാറ്റുകൾ പൊങ്കാല കിട്ടി നല്ല റൂക്കല പതിനിക്കും കൊടിയറും പൂരണം പതിവില്ല റാപ്പിന്റെ സെൻസേവിയർ കേൾക്കേണ്ട സംസ്കാരത്തെ കലാരൂപത്തെ റെപ്രസെന്റ് ചെയ്താണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഹിപ്ഹോപ്പ് എന്ന ഒരു വലിയ കൾച്ചറിന്റെ പില്ലേഴ്സിൽ ഒന്നാണ് റാപ്പിംഗ്, മറ്റൊന്നാണ് ബീറ്റ് ബോക്സിംഗ്. എപ്പോഴും ഞാൻ പല വേദികളിലും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ജനം, നിങ്ങൾ ശ്രോതാക്കൾ, നിങ്ങൾ കാണികളാണ് യഥാർത്ഥ രാജാക്കന്മാർ. നിങ്ങൾ കാണികളാണ് തീരുമാനിക്കുന്നത് ഏത് ആർട്ടിസ്റ്റ് വേദിയിൽ വരണമെന്നുള്ളത്. ഇത്തവണ നിങ്ങൾ രാജാക്കന്മാർ തീരുമാനിച്ചു, ഞങ്ങൾ റാപ്പിന്റെ പടയാളികൾ ഇവിടെ എത്തി. റാപ്പ് പടയാളികളുടെ സേവയാലോ, തുളയുടെ കീർന്ന് കൂട്ടിയാലോ? ജെഫിനെ ബീറ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ലോഡ് ചെയ്തേ. ചെയ്യുമ്പോൾ പറയുന്ന വീണ്ടും സോങ് ഇറക്കുമ്പോൾ പറയുന്ന കേരളത്തിലോട്ട് മോളിലടാ ഞാൻ തപ്പണ ആക്ച്വലി സെറ്റാക്കണ പലതരത്തിൽ എഴുതുന്ന മൈക്കിൻ നമ്മുടെ കേരളത്തിൽ എന്റെ 100% ഹ്യൂമൻ വോയിസിൽ വരുന്ന ശബ്ദങ്ങൾ മാത്രമാണ്. ഓക്കെ, ആക്ച്വലി ഞാൻ കോമഡി ഉത്സവം ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്നത് ഏകദേശം വടകരയായിരുന്നു. തിരിച്ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, സംതിങ് ഇവിടെ അടുത്താണ്ട, ഇപ്പോഴല്ല കുറേ വർഷത്തിന് മുന്നെയാണ്.
അങ്ങനെയാണ് ആദ്യമായിട്ട് വരുന്നത്. നല്ല ഓഡിയൻസ് ഉണ്ട്. അതിനുശേഷം ഇത്രയും വലിയ ഓഡിയൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയ സാമ്പിൾ കാണിക്കാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം വീട്ടിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ജസ്റ്റ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. എൻ്റെ വോയിസ് മാത്രമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. ചെറിയ സാമ്പിൾ. ബീറ്റ് ബോക്സിംഗ് എന്നാണ് നിന്റെ ആർട്ട് ഫോണിന്റെ പേര്. ഇത് പുറത്തുള്ള ബീറ്റാ. ഡെപ്പാകത്ത് പിടിച്ചാല കുറച്ച് എനർജി തന്നെ, കുറച്ച് എനർജി തന്നെ. വേണം വേണം. എന്റെ പൊന്നെ, അടിപൊളി. ഓക്കെ, സിനിമകൾ എല്ലാവരും കാണാറുണ്ടല്ലോ. കൂടുതലും എനിക്ക് മിമിക്രി ചെയ്യാൻ അറിയില്ല. അതിന് ഓരോ സിനിമയിലെ BGMs ഇതുപോലെ ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ആട് ഭീകരജീവിയാണെന്ന് പറയുന്ന കേട്ടിട്ടുള്ളത്. ഓക്കെ, അതിലൊരു ക്യാരക്ടർ ഉണ്ട് സർബത്ത് ഷമീർ. അപ്പൊ പുള്ളി എൻട്രി ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കളിക്കാം. ഓക്കെ, വോക്കലാണ്. അത് തന്നെയാണ്. കേട്ടോ കേട്ടോ. നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എന്തോ കോമഡി പടമാണ് ഇപ്പൊ ചെയ്തത്. നമുക്കൊരു മാസ് പടം ചെയ്യണ്ടേ? മമ്മൂക്ക ഫാൻസ് ഉണ്ട്. അങ്ങനെ മമ്മൂക്കയുടെ ഏത് മാസ് പടത്തിലെ ഒരു BGM ആദർശിന്റെ കണ്ടനാളുകളിൽ നിന്ന് വരുന്ന ബീറ്റ് ബോക്സിലൂടെ ചെയ്യാം. ഏത് ചെയ്യണം? ഭീഷ്മപർവം. ഓക്കെ, ഭീഷ്മപർവത്തിലെ BGM എല്ലാവർക്കും അറിയാം. ഇടക്കാലത്ത് വെച്ചിട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു. പുള്ളി എൻട്രി ചെയ്യുന്നു, ചാമ്പിക്കോ എന്ന് പറയുന്നു, അറിയാലോ. ആ BGM ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണേ. ബീറ്റ് ബോക്സ് ചെയ്തു, റാപ്പിംഗ് നേരത്തെ ചെയ്തു. ഈ ബീറ്റ് ബോക്സിൽ എന്തൊക്കെ തരം വെറൈറ്റി ചെയ്യാൻ പറ്റും ആദർശ്? സജഷൻ ഉണ്ടെങ്കിൽ BGM ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഏത് പടം പറഞ്ഞാലും ഈ മച്ചാൻ ചെയ്യും. KGF ആണോ? ആണോ? ഓക്കെ, KGF ഒന്ന് ട്രൈ ചെയ്തോ. ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ട്രൈ ചെയ്യാണ്. കറക്റ്റ് ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി. ഓക്കെ, പിടിച്ചോ. വേളം കേൾക്കുന്നത് ഒന്നും കൂടെ. ഒരു റിക്വസ്റ്റ് കേട്ടോ. ഓക്കെ, ഇനി ഏത് സോങ് ചെയ്യാൻ പറ്റും? വിക്രം സിനിമയിലെ വിക്രം അല്ലേ? വിക്രം കമലഹാസന്റെ മൂവി. ഓക്കെ, വിക്രത്തിലെ വിജയ് സേതുപതി ഇഷ്ടമാണോ ക്യാരക്ടർ? വിക്രം എനിക്ക് തോന്നുന്നു മറ്റേ സൂര്യയുടെ BGM പറഞ്ഞത്. ഓക്കെ, റോളക്സ് ആണ് പറഞ്ഞത്. റോളക്സ്. ഓക്കെ, ഇനി സങ്കടം
പരിചയപ്പെടുത്തുന്ന കാര്യം പറയാം, എനിക്കത് ചെയ്യാൻ അറിയില്ല. കാരണം കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. വിജയ് സേതുപതി ചെയ്താൽ മതിയോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, വിജയ് സേതുപതി എൻട്രി ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അപ്പോ കേരളക്കരയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബീറ്റ് ബോക്സറാണ് നമ്മുടെ സ്വന്തം ആദർശ് എഡിജെ. ബീറ്റ് ബോക്സിംഗിൽ ഒരു ഗിന്നസ് റെക്കോർഡ് വരെ ഈ മനുഷ്യന്റെ കയ്യിലുണ്ട്. ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. ഫെജോ കൂടെ നിന്നാലേ ചെയ്യാൻ പറ്റും. എന്താണ് സാധാരണ നമ്മളിപ്പോ ബീജിയംസ് അല്ല, നമ്മൾ കാറിനകത്തോ ബസ്സിനകത്തോ പാട്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ശബ്ദ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ സൗണ്ട് വേരിയേഷനും അകത്തുനിന്ന് അകത്ത് കയറുമ്പോഴുള്ള സൗണ്ട്. അപ്പൊ കാറിനകത്താണ് പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്ലേ ചെയ്യും. ഇത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴുള്ള സൗണ്ട് വേരിയേഷൻ ഉണ്ട്. ഫസ്റ്റ് അകത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ ബീറ്റ് ബോക്സിംഗ് കേട്ടു, റാപ്പിംഗ് കേട്ടു, രണ്ടും കൂടി ചേർന്നതാണ് ഹിപ്പ് ഹോപ്പ്. ഞാൻ പറഞ്ഞു രണ്ടും കൂടി ചേർക്കണ്ടേ, ഒരുമിച്ച് ഞാനൊരു റാപ്പ് ചെയ്യാം, അതിനനുസരിച്ച് ഒരു ബീറ്റ് ബോക്സ് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് യൂത്ത് അല്ലാത്തൊരു വലിയ ക്രൗഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ചേട്ടന്മാരെ ചേച്ചിമാരെ, റാപ്പ് എന്ന് പറയുന്നത് റിതം ആൻഡ് പോയട്രി അല്ല, പക്ഷെ അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാം. റിതം ആൻഡ് പോയട്രി, ചടുലതയോടെ ഒരു കവിത പാടുന്നു, അതാണ് റാപ്പിംഗ്. ബീറ്റ് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടനാളങ്ങൾ കൊണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് എടുക്കും. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ റെഡി? ഓക്കെ, റിതം ആൻഡ് പോയട്രി വിത്ത് ബീറ്റ് ബോക്സിംഗ് ഫ്രം ആദർശ് എഡിജെ. വി ഗോ. ഞാനെന്നും തിരുത്തൽ വാദി, മനുഷ്യൻ മൃഗമാണ് പാതി, രക്തശുദ്ധിയുള്ള കൂട്ടം യൂഹനാൻ സിനിമയിലേക്ക് കയറുക എന്നുള്ളത് പങ്ക തോളേറ്റും ചങ്ക ഇരുമൈ മനസ്സൊന്ന ശരിയാ. എല്ലാ അപരാധങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പങ്കാളി നിനക്കുണ്ടോ? എല്ലാ അപരാധങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പങ്കാളി, ഒരു ചങ്ക്, ഒരു നൻപൻ, ഒരു ഫ്രണ്ട്, സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ മച്ചാ നിന്റെ ലൈഫ് സെറ്റാ. Here we go. കൈവക്കോ, ഇത്രയും ക്രൗഡ് ഒന്ന് കൈവക്കോ. ബാക്ക് ഈ സൈഡ് ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് കൈവക്കിക്കോ. ബീറ്റ് വരുമ്പോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള വേവിലിടുക. 1 2 3 4 സഞ്ചരിച്ചിടാം എന്റെ വഴിയിലൂടെ, ചുറ്റിക്കറങ്ങിടാം ഈ നാട്ടിലൂടെ. കറുത്ത കല്ലുകളിൽ കരുത്തിന്നു മുണ്ട് കൂടെ, മനസ്സിൽ പല വിചാരം ഇങ്ങനെ ഇരുന്ന് കൂടെ. ഇന്നു കത്തിച്ചേതന നേരിടുന്നു യാതന, മുന്തിരിച്ചാറുള്ളിലെത്തി പിന്നെ എന്തു വേദന. ഞരമ്പിൽ സൂര്യമേറി അന്നത്തം കാട്ടി കേടി വെട്ടുന്ന നോട്ടുകൾ തലകൾ വെട്ടി പൊക്കി കണ്ടോ. തുറന്നു നോക്കു ലോകം എന്തും നീ മോഹിക്കുക, ആർക്കും വേണ്ടിയല്ല നിനക്കു വേണ്ടി ജീവിക്കുക. സ്വന്തം സുഖത്തിൽ
അവിടെ വിവിധ ഞങ്ങൾ കാട്ടിക്കൂട്ടും മലമ്പ് നോക്കി കാലങ്ങൾ തള്ളി നീതിയൊന്നും ആകാതെ പോകുന്ന മനുഷ്യ നീ ചേർക്കുക കുറ്റമില്ല പ്രതി നേടി മാറ്റി ഇന്ന് തലവല പ്രതി കൊടുത്തി തലവല തലവല. നമസ്കാരം സുഖിനൊപ്പ ബന്ധുവാദികൾക്ക് എന്റെ ഞങ്ങളുടെ നമസ്കാരം. എവിടെ നല്ല കാലത്തിന്റെ കൂടെ നിന്ന പെണ്ണ് നീ പറഞ്ഞില്ല ഒരിക്കലും വിളിയില്ല നന്ന് അണിയേക്കാനില്ല വജ്രം കഠിന പഞ്ഞ് കളത്തിലുണ്ട് ചോറ് പോകാം ഉറച്ച മണ്ണ് ആയിരുന്നു കൊല്ല മൈ ഗേൾസ് ആസ് സ്വന്തം കരുത്തിൽ ഇരുന്നത് മോളായിന്റെ ദാസി സംസാരം ദേശിയെ കുട്ടിക്കിനെ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി പാടാം വാപ്പസ് ലൈക്ക് ഈസി പകഞ്ഞു മാറ്റി ഇതിലെ നന്മകൾ മൂന്നാർ ജയ്സി കുക സുന്ദരം ലബനോനിലെ ബീച്ച് ലൈസിൽ ഡേസി ആണെങ്കിൽ നീ എന്റെ പ്രൈസി ബ്യൂട്ടി അവസാനം തേടില്ല കൂടുമില്ല ഞാൻ അടിക്കുന്നു ഡേസി ആ കട്ടി വഞ്ച സാരയില്ല ചായ മട്ടടിഞ്ഞോ പിന്നെ കറി വേപ്പിലയാക്കിയോ ഇഷ്ടം കൂടി ഓറ് നിന്നെ വിട്ടു പിരിഞ്ഞോ പിന്നെ കറി വേപ്പിലയാക്കിയോ കട്ടി വഞ്ച സാരയില്ല ചായ മട്ടടിഞ്ഞോ പിന്നെ കറി വേപ്പിലയാക്കിയോ ഇഷ്ടം കൂടി ഓറ് നിന്നെ വിട്ടു പിരിഞ്ഞോ പിന്നെ കറി വേപ്പിലയാക്കിയോ കറി വേപ്പിലയാക്കിയോ. ഇത് പ്രേമ നഷ്ടഗാനം മാത്രമല്ല സ്നേഹിച്ചിട്ടും വിട്ടകന്നു ദൂരെ പോകും കൂട്ടുകാർക്കുള്ള സമർപ്പണം ചില ഫ്രണ്ട്സ് ലൈക്ക് ആർജെ മാർന്നു കുട്ടി രാജകലേഷ് പച്ചക്കെടുത്ത് കൊണ്ടിരിക്കും അവർക്ക് വേണ്ടത് ഉടൻ പണം എന്ന് പ്രാർത്ഥന പാലിച്ചരട നിങ്ങൾ വല്ല വാസിയും വെളി പോലെ നിനക്ക് ഭംഗിയിരിക്കാം എന്ന് പറഞ്ഞ വാസി സാരി ചുറ്റിയ ഇർക്കിലി രൂപമാടി ലജ്ജാപതി ജാസി നമ്മുടെ ബന്ധം സിനിമ എങ്കിൽ കിട്ടും അവാർഡ് റാസി അന്നു നീ പറഞ്ഞു ഞാൻ മാത്രമാണ് നിന്റെ രാശി ഇപ്പൊ പ്രേമം പറഞ്ഞു നിനക്ക് പിടിച്ചെടുത്തിരിക്കണമെല്ലാം നിന്റെ വാശി സ്റ്റാറ്റസ് ഓടികൾ കുസീന ബാസി കൊതു തള്ളും ഓൾഡ് സ്കൂൾ ബീറ്റ്സ് ലൈക്ക് സസി ബുക്ക് ഹിറ്റ്ലർ ഫ്രം കാലചക്രം നാസി കട്ടി വന്ന സാരയില്ല ചായ മട്ടടിഞ്ഞോ പിന്നെ കറി വേപ്പിലയാക്കിയോ ഇഷ്ടം കൂടിയോ നിന്നെ വിട്ടു പിരിഞ്ഞോ പിന്നെ കട്ടി വന്ന സാരയില്ല ചായ മട്ടടിഞ്ഞോ ഇഷ്ടം കൂടിയോ നിന്നെ വിട്ടു പിരിഞ്ഞോ. നിന്നെ കറിവേപ്പിലയാക്കിയോ. ഓക്കേ എടീസേ എന്തോ ഞാൻ Palampo
എനിക്കു പ്രേമിക്കാൻ ആരുമില്ല, ഇടപഴക്കം നീ നൽകുകില്ലേ, എനിക്കു സ്നേഹിച്ചു പരിചയമില്ല, എന്നാലും മാക്സിമം ശ്രമിക്കത്തില്ലേ. ഹേ നിമ്മ, സ്വീറ്റ് നിമ്മ, നിൻമുഖ പാടത്തിൽ നിന്നെന്തു തെളിമ. ഹേ നിമ്മ, സ്വീറ്റ് നിമ്മ, നീ വന്നു ചരണമെൻ സകരിമ. ഓക്കേ, 2018 സിനിമാ യാത്ര തുടങ്ങിയത്. 2023 സിനിമാ യാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. മമ്മൂക്ക ഫാൻസിന്റെ കാര്യം ചോദിച്ചു. ദുൽഖർ സൽമാൻ ഫാൻസ് ഉണ്ടോ? കുഞ്ഞിക്ക് ഫാൻസ് ഉണ്ടോ? അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്ത എന്നുള്ള മൂവിയിൽ എനിക്ക് ആക്ച്വലി 2 ട്രാക്ക് ചെയ്യാൻ പറ്റി. ഷാൻ റഹ്മാൻ ഷാനിക്കോടൊപ്പം ഒരു ട്രാക്ക്, ജെയ്ക്സ് ബിജോയ് ജെയ്ക്സേട്ടൻ്റെ ഒപ്പം 2ാമത്തെ ട്രാക്ക്. എനിക്ക് തോന്നുന്നു ജെയ്ക്സേട്ടനൊപ്പം ചെയ്ത ട്രാക്ക് നിങ്ങൾ പലർക്കും കേട്ടിട്ടുണ്ടാവും. കലാപക്കാര കലാപക്കാര പൈതൽ കടാര കേറ്റും ഈ ഒരു ഗതിയാ. അപ്പൊ അത് പിടിച്ചാലോ? ഓക്കെ, ബെന്നി ദയാലും ശ്രേയാ ഘോഷലോടൊപ്പം പാടിയത്. ബെന്നി ദയാലും വന്നിട്ടില്ല, പാടുന്ന നമ്മുടെ സ്വന്തം ആദർശ് DJ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നത് നിങ്ങളെല്ലാം ഇല്ലേ? അപ്പൊ കലാപക്കാരികളെ, കലാപക്കാരന്മാരെ, വടകരയിൽ നമ്മൾ ഒരുമിച്ചൊരുക്കും ഇതാ കലാപോ. തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി
Educational Training and Consultancy near Head Post Office, Edodi, Vadagara. Airline and Airport Management. Shipping, Logistics and Supply Chain Management. Fire and Safety Management. Optical Fiber Technology. Lift Technology. 100% Placement Guaranteed Program. International Certifications. Satori, Education Training Consultancy near Head Post Office, Edodi, Vadagara.